ഈ ലോകത്ത് മനുഷ്യർക്ക് മറ്റു ജീവജാലങ്ങളിൽ നിന്നും ചെറിയ വ്യത്യാസമുണ്ട്. പുരാതന മെസപ്പൊട്ടാമിയയിലെ സംസ്കാരങ്ങൾ പിറവിയെടുത്ത പുരാതന മെസപ്പൊട്ടാമിയയിലെ ഇരുളടഞ്ഞ വനാന്തരങ്ങളിൽ പാറക്കെട്ടുകളുടെ അടരുകളിൽ എട്ടുകാലി ഏത് വിധത്തിൽ വല നെയ്തുവോ അതേ ചൊവ്വയിലേക്ക് മനുഷ്യന്മാരെ ടൂറ് കൊണ്ടുപോകാമെന്ന് ഒരാൾ പറഞ്ഞങ്ങളാരെ കേട്ടു. ഈ ലോകത്ത് മനുഷ്യർക്ക് മറ്റു ജീവജാലങ്ങളിൽ നിന്നും ചെറിയ വ്യത്യാസമുണ്ട്. പ്ലാൻ ചെയ്യാനുള്ള കഴിവുണ്ട്. നമുക്ക് മറ്റൊരു പശുവിനാണെങ്കിലും ബാക്കി ഏത് ജീവികൾക്കാണെങ്കിലും നാളെ എന്ത് ചെയ്യണം പ്ലാൻ ചെയ്യാൻ കഴിയില്ല. നമുക്ക് പ്ലാൻ ചെയ്ത് നമ്മുടെ ഭാവി നമുക്ക് നിശ്ചയിക്കുവാൻ കഴിയും, ഇല്ലേ? പിന്നെന്താ ഉള്ളത്? പറയൂ. മനസ്സുകൾ തമ്മിൽ കമ്മ്യൂണിക്കേഷനുള്ള കഴിവ്, ആശയങ്ങൾ കൈമാറ്റം ചെയ്യാനുള്ള കഴിവ്, ഇതൊക്കെ മനുഷ്യനുള്ള കഴിവുകളാണ്. മറ്റുള്ള ജീവികൾക്ക് അത്തരം കഴിവുകളില്ല. മാത്രമല്ല, നമ്മെപ്പോലെ തന്നെ നമ്മുടെ മുമ്പ് തന്നെ ഈ ഭൂലോകത്ത് ജനിച്ചു വളർന്ന ജീവികളുണ്ട്. അവർ ചെയ്തതിലപ്പുറം നമ്മൾ മനുഷ്യർ വന്നിട്ട് ഇതേപോലെ മനുഷ്യർ വന്നിട്ട് ഒരു 10,000 വർഷമായിട്ടേ ഉള്ളൂ എന്നാണ് കണക്ക്. ബാക്കിയുള്ള ഈ ഇത്ര പുരോഗമിച്ചിട്ടില്ലാത്ത ആധുനിക മനുഷ്യന് മുമ്പ് 100,000 കൊല്ലങ്ങൾക്ക് മുമ്പ് മറ്റു ജീവികൾ ഈ ഭൂമിയിലുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വന്നതിന് ശേഷം ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. നമ്മൾ താമസിക്കുന്ന വീട്, നമ്മൾ ഭക്ഷിക്കുന്ന ആഹാരം, നമ്മുടെ പ്രവർത്തനങ്ങൾ ഒക്കെ മാറി. ഇപ്പോൾ അതാ ഈ വീട് നമ്മൾ ഉണ്ടാക്കിയപ്പോൾ തൊട്ടടുത്തതാ 8 വല കെട്ടിയിട്ടുണ്ട്. നമ്മൾ നിർമ്മിച്ചൊരു കെട്ടിടമാണത്. അവിടെ 8 വല കെട്ടിയിട്ടുണ്ട്. 8 വല കെട്ടുന്നതും നമ്മൾ കെട്ടിടം ഉണ്ടാക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? 8 എല്ലാ കാലത്തും അതേ രീതിയിലാണ് വല കെട്ടിയത്. പുരാതന മെസപ്പൊട്ടാമിയയിലെ സംസ്കാരങ്ങൾ പിറവിയെടുത്ത പുരാതന മെസപ്പൊട്ടാമിയയിലെ ഇരുളടഞ്ഞ വനാന്തരങ്ങളിൽ പാറക്കെട്ടുകളുടെ അടരുകളിൽ 8 ഏത് വിധത്തിൽ വല നെയ്തുവോ അതേ വലയാണ് ആ കാണുന്നത്, അല്ലേ? അതേസമയം അന്ന് മെസപ്പൊട്ടാമിയയിലോ ഈജിപ്തിലോ നൈൽ നദിയുടെ തീരങ്ങളിലൊക്കെ മനുഷ്യർ ജീവിച്ച ആ വീട്ടിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അല്ല, നമ്മളിപ്പം ആധുനിക യുഗത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. നമുക്ക് AC ഉണ്ട്, നമുക്ക് റൂഫുണ്ട്. മഴയിൽ നിന്ന്, കാറ്റിൽ നിന്ന്, വെയിലിൽ നിന്ന് നമുക്ക് സുരക്ഷ നേടാൻ ഒരുപാട് പോംവഴികളുണ്ട്. അങ്ങനെ കെട്ടിട നിർമ്മാണത്തിൽ മാത്രമല്ല, കമ്മ്യൂണിക്കേഷനിൽ, ട്രാൻസ്പോർട്ടേഷനിൽ, ഫുഡിൽ, ആർട്ടിൽ, കൾച്ചറിൽ, ഇതിലൊക്കെ തന്നെ നമ്മൾ മാറ്റം വരുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പം ഇതാ ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഈ കഴിഞ്ഞ ദിവസം ഒരു വിദ്വാൻ പറയുകയുണ്ടായി, ചൊവ്വയിലേക്ക് മനുഷ്യന്മാരെ ടൂറ് കൊണ്ടുപോകാമെന്ന്. ഒരാൾ പറഞ്ഞങ്ങളാരെ കേട്ടുക പറഞ്ഞത്? ആരാ പറഞ്ഞേ? പറയൂ. എലോൺ മസ്ക് ആരാണ്? സ്പേസ് എക്സിൻ്റെ CEO ആണ്. ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളാണ്. അയാൾ പറയുകയാണ്, നമുക്ക് ടൂറ് എങ്ങോട്ട് പോകാമെന്ന്? ചൊവ്വയിലേക്ക്. ആ വിധത്തിൽ മനുഷ്യൻ പുരോഗമിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഇപ്പം എലോൺ മസ്ക്, നാളത്തെ എലോൺ മസ്കുമാർ, ലാറി പേജ്മാർ, സിർജി ബിന്നുമാർ, ജെഫ് ബെസോസുമാർ, അതൊക്കെയാണ് ഈ ഇരിക്കുന്നത്. ആരാ ലാറി പേജ്? ഗൂഗിളിൻ്റെ ഓണറുടെ പേരെന്താ? 2 പേരാ. ലാറി പേജ്, സിർജി ബിന്ന്, 2 കോളേജ് പഠിക്കുന്ന 2 പയ്യന്മാരുണ്ടാക്കിയ ഒരു പദ്ധതിയാണ് ഗൂഗിള്. ജെഫ് ബെസോസ് ആരായിരുന്നു? ആമസോണിൻ്റെ. അപ്പം നാളെ അതേ രീതിയിൽ എത്തേണ്ട ആളുകളാണ് നിങ്ങൾ. അതിനു വേണ്ടിയുള്ള ട്രെയിനിങ് ആണ് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.